ടീസറിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ഗീതു മോഹൻദാസിനോട് പഴയ നിങ്ങളുടെ സ്ത്രീപക്ഷവാദം എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ആ വിവാദം ഉണ്ടാക്കിയ അന്ന് ആൾക്ക് സമൂഹത്തോടോ സ്ത്രീകളോടോ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തോടോ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരല്ല. അന്ന് ഈ ഇവിടുത്തെ മലയാളത്തിലെ ആൺകോയ്മയ്ക്കെതിരെ സംസാരിച്ചതിലുള്ള പക ഇവന്മാർക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ആ അടങ്ങിയിട്ടില്ലാത്തതിന് കാരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രോള് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീപക്ഷം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സർക്കാസം കമൻറ്റിൽ ഇടുന്ന ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്താണ്? അന്ന് ഈ പറയുന്ന രഞ്ജി പണിക്കരുടെ മകനെടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, കസബ, എന്താ കേരളം തള്ളിക്കളഞ്ഞൊരു സിനിമയാണ്. സിനിമ വിജയിക്കുക ഒഴിച്ചതില്ലല്ലോ. ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള സംഗതി അവരെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങളുടെ മടിക്കുത്തിൽ പിടിക്കാനുള്ള അധികാരമുണ്ടെന്ന്, അങ്ങനെ ഒരു ഹീറോയ്ക്ക് കഴിയണമെന്ന് സ്ഥാപിക്കുന്ന ഒരു സിനിമയെ വിമർശിച്ചു. അങ്ങനെ വിമർശിക്കാൻ പെണ്ണുങ്ങൾ ആരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവന്മാരുടെ പ്രശ്നമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കസബയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു വരവ് കൂടിയിട്ട് വരേണ്ടി വരുമെന്ന്. അതിപ്പോൾ ഈ വെട്ടുകളിക്കൂട്ടത്തിൻ്റെ ആവേശം കണ്ടിട്ട് തോന്നുന്നതാണ്. അവന്മാരൊന്നും അല്ല മലയാളം അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ, അത് വേറെ കാര്യം. ഈ വെട്ടുകളിക്കൂട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ സൂപ്പർ താരങ്ങളെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വിമർശിക്കുമ്പോൾ അതിൻ്റെ വെട്ടുകളിക്കൂട്ടം. രണ്ട്, ദിലീപ് നടത്തിയിട്ടുള്ള, ദിലീപിൻ്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ് മലയാള സിനിമയിൽ വിപ്ലവകരമായ ചില മൂവുകൾ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിരുന്നു സത്യം പറഞ്ഞാൽ WCC രൂപീകരണം പോലും നമുക്കറിയാം. അപ്പോൾ അതിനോടുള്ള പക ഈ ആൺകോയ്മവാദികൾക്കും ആ മാനസികാവസ്ഥയുള്ള മനുഷ്യന്മാർക്കും തീർന്നിട്ടില്ല. അതിൻ്റെ മുഖ്യധാരാ പോരാളികളായി നിന്നിട്ടുള്ള ആൾക്കാരെ ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ വെച്ച് ചാമ്പണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീവിരുദ്ധ സിനിമയാണ്, സ്ത്രീകൾക്കെതിരായി ആണുങ്ങൾക്ക് അധികാരവും എന്താണ് അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുന്ന സിനിമയാണെന്ന് എനിക്കറിയില്ല. ആ സിനിമ പുറത്തു വരേണ്ടതുണ്ട്. ഇതൊരു ആക്ഷൻ സംഗതി കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. രണ്ടാമത്തേത്, ഈ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ അവകാശം എന്നൊക്കെ പറയുന്ന സംഗതിയിലുള്ള ഓഡിറ്റ് റിമ കല്ലിങ്കലിലേക്കും പാർവതിയിലേക്കും ഗീതു മോഹൻദാസിലേക്കും മഞ്ജു വാര്യരിലേക്കും മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ബാക്കി ആരോടും ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആർക്കും ഇല്ല. നേരെ സുരേഷ് പറഞ്ഞല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ആ സ്ത്രീകൾ അന്ന് അമ്മയിൽ ഞങ്ങളുടെ സഹോദരിക്ക് സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണ്. വളരെ ബോൾഡായ സ്റ്റാൻഡ് എടുത്തവരാണ്. അങ്ങനെ എടുക്കാൻ ഒരു കാലത്തും മലയാള സിനിമയിലെ വനിതകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നോർക്കണം. നമുക്കറിയാം ആ നടിയുടെ പ്രശ്നം കേരളത്തിലുണ്ടാകുന്നതിന് മുമ്പ് എത്രയോ സംഭവങ്ങൾ ഉണ്ടായി കാണണം. കാരണം സിനിമ ഒരു അധോലോകം പോലെയാണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഒരു ശബ്ദവും നാം പുറത്ത് കേട്ടിട്ടില്ല. അപ്പോൾ ഏതെല്ലാം സ്ത്രീകൾ ഏതെല്ലാം നിലയ്ക്കുള്ള വിവേചനങ്ങളും അക്രമങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവണം. അതിനെതിരെ ശബ്ദമുയർത്തി ഇറങ്ങിപ്പോകുന്ന 4 പേരാണ് ആ നടിമാർ. അവരുയർത്തിയിട്ടുള്ള വിപ്ലവത്തിൻ്റെ ആ ശബ്ദം, അതിൻ്റെ മുഴക്കം, അത് പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് പോയിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണ വിജയം നേടിയില്ല എന്ന് പറഞ്ഞ് അവരെ ഓഡിറ്റ് ചെയ്യുന്നത് മണ്ടതരമല്ലേ? എങ്ങനെ പറ്റും? അവരൊരു നോക്കൂ, ഈ പ്രമാണിമാർക്കെതിരെ ഒരു പോരാട്ടം നയിച്ചവരാണ്. എല്ലാ യുദ്ധങ്ങളും ജയിച്ചിട്ടുണ്ടോ ലോകത്തിൽ? എല്ലാ സമരങ്ങളും ജയിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വാതന്ത്ര്യ സമരം പോലും നമ്മൾ എത്ര ഘട്ടങ്ങളിലാണ് വിജയിച്ചത്? തോറ്റ സമരങ്ങൾ കൂടി ചേർന്നാണ് എന്ത് ലോകത്തിൻ്റെ ചരിത്രം, മാനവരാശിയുടെ ചരിത്രം. അപ്പോൾ അവരൊരു മൂവ്മെൻറ്റ്, ഒരു പോരാട്ടം തുടങ്ങി വെച്ചവരാണ്. അത് എന്തുകൊണ്ട് പൂർണ്ണതയിൽ പോകുന്നില്ല? ചിലപ്പോൾ പൂർണ്ണതയിൽ പോകാൻ പറ്റില്ല, വഴിയിൽ വീണ് പോകും, മുട്ടിടിച്ച് എന്നാൽ മുട്ടുകുത്തി വീണ് പോകും. കാരണം അപ്പുറത്ത് വലിയ പ്രമാണിമാരാണ്, അവരുടെ വലിയ പണമാണ്. അപ്പോൾ അവരുടെ കരിയറിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ അവരെ സമ്പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വെനസ്വേലയിലെ പ്രസിഡന്റ് ദുർബലനായി പോകുന്നത്? കംപ്ലീറ്റ് ഉപരോധം ഏർപ്പെടുത്തി ചലിക്കാൻ കഴിയാത്ത നില വന്നു പോവുകയും അവിടെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവർക്കാർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഇവരെ കംപ്ലീറ്റായി ബ്ലോക്ക് ചെയ്യുന്നു. ഇവർക്കൊരു അമ്മയുടെയും ഒരു ഫെഫ്കയുടെയും പിന്തുണ കിട്ടുന്നില്ല, ഒരു നിലയ്ക്കുള്ള സിനിമ ഫ്രട്ടേണിറ്റിയുടെ പിന്തുണ കിട്ടുന്നില്ല. അവർ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആ കുടുങ്ങിപ്പോകുന്നതിനിടയിൽ അതിജീവിക്കാൻ വേണ്ടി അവരൊരു സിനിമ ചെയ്യുന്നു. ആ സിനിമയ്ക്കകത്തെ 6ാമത്തെ സീനിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വരുന്നവന്മാർ സത്യത്തിൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ കൂടെ നിൽക്കുന്നവരല്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവരെടുത്തിട്ടുള്ള പൊസിഷനാണ് പ്രധാനം. ആ പൊസിഷനുമായിട്ട് പോകാവുന്ന ദൂരം അവർ പോയിട്ടുണ്ട്. ഇനി ആ റിലേ ബാറ്റൺ അടുത്തയാൾ വാങ്ങട്ടെ, ആ പന്തം അടുത്ത ആളുകൾ വാങ്ങട്ടെ. ആ പന്തം ഈ സമൂഹമല്ല വാങ്ങിക്കണ്ടേ, ഞങ്ങൾ വാങ്ങിക്കത്തില്ല. നിങ്ങൾ 4 പേരും കൂടി വേണമെങ്കിൽ ഓടിപ്പോയി ജയിച്ചോണം. നിങ്ങൾ ഓടുന്നതിനിടയ്ക്ക് വീണ് പോയാൽ, നിങ്ങൾക്ക് കാല് മുടന്തിയാൽ ഞങ്ങൾ ഓടി ചെയ്യും എന്ന് പറയുന്ന വ്യാജന്മാരുടെ കൂട്ടമാണ് ഈ പറയുന്നവന്മാർ. അല്ലെങ്കിൽ എന്താണ് അവർ ഉയർത്തിയിട്ടുള്ള പ്രശ്നം ജെനുവിൻ കോസ് ആണെന്ന് നമുക്ക് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? മലയാളി സമൂഹം, മലയാളി പ്രേക്ഷക സമൂഹം എഴുന്നേറ്റ് നിന്നിട്ട് മലയാള സിനിമയിൽ നടക്കുന്ന തോന്നിയാസാണല്ലോ എന്ന് പറയണം. ഒരുത്തം പറഞ്ഞിട്ടില്ല. എന്നിട്ട് റിമ കല്ലിങ്കലും ഗീതു മോഹൻദാസും ഓടി ജയിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഈ വ്യാജന്മാർ ആണ് നമ്മുടെ പ്രതിനിധാനം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ആ ടോക്സിക് സിനിമ എന്ന് പറഞ്ഞാൽ വരട്ടെ, അതൊരു നല്ല പടമാണെങ്കിൽ ആൾക്കാർ കാണട്ടെ, വിജയിക്കട്ടെ. മോശം പടമാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയും അഭിമാനത്തെയും ഡിസ്റ്റേബ് ചെയ്യുന്ന കച്ചവടപ്പടമാണെങ്കിൽ ഗീതു മോഹൻദാസ് എന്നല്ല ആരായാലും ഓഡിറ്റ് ചെയ്യപ്പെട്ടു, അതിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടുള്ള ഈ സംഘം എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് സ്ത്രീവിരുദ്ധരുടെ പടയാണ്. അവർ മലയാളത്തിൻ്റെ പ്രതിനിധാനമല്ല, അവരെ മൈൻഡ് ചെയ്യാനും പാടില്ല എന്നാണ് ഞാൻ പറയാം.